Ladies and gentlemen, this is Adarsh and welcome to my comedy. Bomb star, one and only Dhyan Srinivasan. ധ്യാൻ സേട്ടൻ അണ്ണന്റെ അടുത്തൊരു സർട്ടിഫൈഡ് ആറ്റം ബോംബ് ഇപ്പൊ OTT വന്നിട്ടുണ്ട്, ഭീഷ്മർ. ഇജാതി അപരാധത്തിന് ആ മഹാന്റെ പേരെ ഇടാൻ കണ്ടുള്ളൂ. ദുശാസനൻ എന്നായിരുന്നു കറക്റ്റ് ടൈറ്റിൽ. പക്ഷെ ആ ടൈറ്റിൽ ഇട്ട ദുശാസന് വരെ നാണക്കേടാണ്. ഭീഷ്മർ ഇത്ര സൺനെക്സ്റ്റിലാണ് സ്ട്രീം ചെയ്യുന്നത്. OTT പ്ലാറ്റ്ഫോമിന്റെ പേര് കേട്ടാൽ തന്നെ നിലവാരം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ OTT പ്ലാറ്റ്ഫോംസും നല്ല സിനിമകൾ തപ്പിയെടുക്കും, എന്നാൽ സൺനെക്സ്റ്റ് എല്ലാ അപരാധങ്ങളും തപ്പിയെടുക്കും. ധ്യാൻ ശ്രീനിവാസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. സൂര്യക്ക് ദ വൺ പറഞ്ഞിട്ടൊരു ടൈറ്റിൽ കാർഡ് കൊടുക്കണ പോലെ ധ്യാൻ ശ്രീനിവാസിന് ദ വൺ ആൻഡ് ഓൺലി ബോംബ് സ്റ്റാർ. ഇത്ര പ്രേമം, പൈത്യം, ലവ്, പ്യാർ, മൊഹബത്തൊന്നും DRDOന് പോലും ബോംബിനോട് ഉണ്ടാവില്ല. 100 പടം ഇറങ്ങിയ 98 സർട്ടിഫൈഡ് ബോംബ്. ധ്യാൻ ശ്രീനിവാസൻ ഒരു നല്ല സിനിമ ചെയ്യണമെന്ന് ഒന്നെങ്കിൽ ലോകം അവസാനിക്കും, അല്ലെങ്കിൽ കാഴിക്ക് മല വരും. ചിലപ്പോ ഈ സയൻസ് ഒക്കെ ഡെവലപ്പ് ആയതുകൊണ്ട് കോഴിക്ക് അടുത്ത കാലത്ത് തന്നെ മല വരികയായിരിക്കും. ധ്യാന്റെ ഇന്ന് ഒരു നല്ല പടം പ്രതീക്ഷിക്കുകയേ വേണ്ട. ഇപ്പോഴത്തെ ഏറ്റവും ചർച്ചാ വിഷയമായിട്ടുള്ള ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ ശ്രീനിവാസൻ ഇസ് എ ഗോഡ്. ദൈവമാണ് അണ്ണൻ, ബോംബ് ദൈവം. ധ്യാൻ ശ്രീനിവാസൻ ഇസ് എ ഗോഡ്. ഹീസ് എ ഫക്കിംഗ് ഗോഡ്. ഗോട്ട് ഓഫ് വാട്ട്? ബോംബിന്റെ ഗോട്ടായിരിക്കും. അണ്ണൻ ഗോട്ടാണ്, അണ്ണൻ ദൈവമാണ്. എന്താ അത്ര? അണ്ണൻ ക്രിറ്റിസിസത്തിനെ ഭയങ്കര നീറ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്യുക. ട്രോൾസിനെ ഭയങ്കര നീറ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്യുക. അതുകൊണ്ട് എന്താണ്, ഒരു അമ്പലം കെട്ടി പൂജിക്കണോ? ക്രിറ്റിസിസത്തിനെ നീറ്റായി ഹാൻഡിൽ ചെയ്യും. ആകാശത്തിന് താഴെയുള്ള സകലമാന എണ്ണത്തിനെ കുറിച്ചും സകലമാന വിഷയത്തെ കുറിച്ചും ധ്യാൻ അണ്ണന് വിവരമുണ്ട്. പക്ഷേ ജനങ്ങളോട്, ഓഡിയൻസിനോട് അണ്ണന്റെ കമ്മിറ്റ്മെന്റ് എത്രയാണ്? 1% ഉണ്ടോ? ഒരാൾ 10 ബോംബ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യുക, 100 ബോംബ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യുക, 1000 ബോംബ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും ചുമ്മാ അറിയാതെ നടക്കുന്ന പരിപാടിയൊന്നും അല്ലല്ലോ. തമിഴിലെ ബോംബ് സ്റ്റാർ എന്ന് വിളിച്ച GV പ്രകാശ് വരെ ഇപ്പൊ നല്ല പടങ്ങൾ ചെയ്യാൻ തുടങ്ങി. സ്റ്റിൽ ധ്യാൻ ശ്രീനിവാസിന് നേരം വെളുത്തിട്ടില്ല. കാരണം എന്താ? ഓയ്യോ, ധ്യാൻ ചേട്ടൻ ദൈവമല്ലേ, ധ്യാൻ ചേട്ടൻ കൂൾ അല്ലേ, ധ്യാൻ ചേട്ടൻ വൈബ് അല്ലേ. ധ്യാൻ ശ്രീനിവാസൻ പറയണ്ടായിരുന്നു, ഡയറക്ടർമാർക്ക് വേറെ ഒരു സ്റ്റാറിന്റെ അടുത്തും പോയിട്ട് കഥ പറയാനുള്ള ആക്സസ് ഇല്ല. എന്നാ എന്റെ അടുത്തുണ്ട്. ഏത് അപരാധം എവൻ കൊണ്ടുവന്നാലും ഞാൻ കണ്ണും പൂട്ടി പടം ചെയ്യും. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഐ ഓൺലി നീഡ് മണി. അതല്ല അതിന്റെ അർത്ഥം. അല്ലാതെ നാട്ടുകാരോട് എന്തെങ്കിലും ഒരു പെർസെന്റേജ് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നാട്ടുകാർ 100ഉം 200ഉം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുകയാണ്. അത് കളയരുത്, ഞാൻ കാരണം പോവരുത്. അങ്ങനെ ആലോചിക്കാനുള്ള നേരം ഒന്നും ദൈവത്തിനില്ല. ദൈവത്തിന് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പൈസ വേണം, അത്രേ ഉള്ളൂ. സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യാണ്, സിനിമയെ ഡിസ്റെസ്പെക്ട് ചെയ്ത രീതിയിൽ സംസാരിക്കുകയാണ്. റെസ്പെക്ട് ഈസ് സംതിങ് ദാറ്റ് ഷുഡ് ബി ഏൺഡ്. അല്ലാതെ സിനിമാക്കാരാണ്, സിനിമയാണ് മറ്റേ എണീറ്റ് നിന്ന് സല്യൂട്ട് അടിക്കാനൊന്നും പറ്റില്ല. റെസ്പെക്ട് വേണമെങ്കിൽ അത് ഏൺ ചെയ്യണം. അല്ലാതെ കണ്ണി കണ്ട വന്നവനെയും പോണവനെയും റെസ്പെക്ട് ചെയ്യലോ സല്യൂട്ട് അടിക്കലോ ഒന്നല്ല നാട്ടുകാരുടെ പണി. അവർക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ സിനിമ പറയുന്നത് നിങ്ങളുടെ ലൈഫായിരിക്കും, നാട്ടുകാർക്കല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ലൈഫ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എന്റർടൈൻമെന്റ്. അവനവനുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷനും കളയാൻ വേണ്ടിയിട്ട് ഒരു കൂടാരത്തിന്റെ ഉള്ളിൽ പോയി ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയുടെ 10%, അതേപോലെ തന്നെ 20% ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടി അവർ മാറ്റി വെക്കുമ്പോ കുറച്ച് കമ്മിറ്റ്മെന്റ്, 1% കമ്മിറ്റ്മെന്റ് എങ്കിലും കാണിക്കാം. അല്ലാതെ അണ്ണൻ ദൈവമാണ്, അണ്ണൻ മറ്റേതാണെങ്കിൽ അമ്പലം കെട്ടിപ്പോയി പൂജിക്കുക പറയും. ഭീഷ്മർ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ധ്യാൻ ശ്രീനിവാസൻ, ദിവ്യ പിള്ള ഇവരൊക്കെ അഭിനയിച്ച ഒരു അപരാധമാണ് ഭീഷ്മർ. ജസ്റ്റ് ലൈക്ക് ധ്യാൻ ശ്രീനിവാസന് ബോംബ് സ്റ്റാർ എന്നുള്ള ടൈറ്റിൽ കാർഡ് കൊടുക്കണം പോലെ വിഷ്ണു ഉണ്ണികൃഷ്ണന് ജൂനിയർ ബോംബ് സ്റ്റാർ ടൈറ്റിൽ കാർഡും കൊടുക്കണം. ജാതി പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു ദിവ്യ പിള്ളയ്ക്ക് ലേഡി ബോംബ് സ്റ്റാർ ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള WWE ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല. എല്ലാ പടത്തിലും ധ്യാൻ ശ്രീനിവാസന്റെ ഒപ്പം അഭിനയിക്കുന്നുണ്ട്. ബൈ 1 get 1 പോലെ. ഐ റിയലി റെസ്പെക്ട് ഹർ. ആള് മറ്റേ തെലുങ്കിലൊക്കെ പോയിട്ട് അടിപൊളി റോൾ ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഹണി പറഞ്ഞിട്ടൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്യാരക്ടർ ഇസ് ടു ഗുഡ് ആൻഡ് ഷീ ഈസ് ടു ബ്യൂട്ടിഫുൾ. ഈ സിനിമയിലും ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു. പെർഫോമൻസ് എന്താ, അന്യന്റെ ബാധ കയറിയോ? ഒരു മൊമെന്റിൽ പോയിട്ട് ഭർത്താവിന്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കും, അടുത്ത മൊമെന്റിൽ ഭർത്താവിന്റെ മോന്തയ്ക്ക് തിളച്ച സാമ്പാർ ഒഴിച്ചിട്ട് ഒലക്കിയും വെച്ച് മണ്ടക്കടിക്കും. ചത്തുപോയി തോന്നിയ എന്നിങ്ക നീങ്ക പോയിട്ട് ഇങ്ക ചത്തു എന്ന് പറഞ്ഞപ്പോ എടാ അലവലാതി നീ ചത്തു തന്നെ പോണെന്ന്.
എന്താ അന്യന്റെ ബാധയോ? സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ധ്യാൻ ശ്രീനിവാസൻ നമ്മുടെ ബോംബ് അണ്ണൻ ഒരു പച്ചക്കറി വിൽക്കണ ഹോൾസെയിൽ പരിപാടിയൊക്കെ നടത്തുന്ന ആളാണ്. അണ്ണന്റെ പച്ചക്കറി വണ്ടിയും വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ബെൻസും തമ്മിൽ ഇടിച്ച് തെറിപ്പിക്കേണ്ടതാണ്, എന്തോ ഭാഗ്യത്തിന് തെറിച്ചില്ല. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഇമോഷണൽ സൈഡാണ് പടത്തിന്റെ. ഈ ധ്യാൻ ശ്രീനിവാസനും അതേപോലെ ദിവ്യ പിള്ളയും തമ്മിൽ റൊമാൻസിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ ഉണ്ട്, അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടി. ബാക്കി ഒരൊറ്റ സീൻ ഈ പടത്തിൽ നല്ലത് പറയാനുള്ളത് ഇല്ല. കാണിച്ച സാധനം തന്നെ ഇവരൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടി പറയുമ്പോ 10 തവണ കാണിച്ച സാധനം തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. ദിവ്യ പിള്ളയുടെ കെട്ടിയോനെ എടുത്ത് ചവിട്ടും, ധ്യാൻ ശ്രീനിവാസൻ അവിടെ ഇരുന്ന് കണ്ണീരൊലിപ്പിക്കും. അഗൈൻ നെക്സ്റ്റ് ഡേ വീണ്ടും ചവിട്ടും, കണ്ണീരൊലിപ്പിക്കും, വീണ്ടും ചവിട്ടും, കണ്ണീരൊലിപ്പിക്കും. അയ്യോ, 2 പ്രേമങ്ങളുണ്ട് ഈ സിനിമയിൽ, ഒക്കെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്. ധ്യാൻ ശ്രീനിവാസൻ വെണ്ടക്കയുടെ ചാക്ക് തൂക്കിപ്പോണ് കണ്ടിട്ട് ദിവ്യ പിള്ളയ്ക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, വല്ലാത്ത ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒരു കൊച്ചുണ്ട് ഇതിൽ, വേറെ നായിക പാട്ട് പാടുന്നത് ഒളിഞ്ഞു നോക്കണ കണ്ടിട്ട് ആ കൊച്ചിന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അത് അതിലേറെ നമ്മൾ പറയുമല്ലോ വെർബൽ ഡയറിയ, വാക്കുകളുടെ വയറിളക്കം. എന്നാ ഇത് വന്നിട്ട് ക്യൂട്ട്നെസ് ഡയറിയ. ആ കൊച്ചു ക്യൂട്ട്നെസ് ഇട്ട് മെഴുകുണ്ട്. എന്തിന്? ആൻഡ് ഈ സിനിമ തുടങ്ങുമ്പോ ഒരു പാട്ടുണ്ട്, ആട് പുലി വേഷം കെട്ടി, പുലി ആട് വേഷം കെട്ടി, കലിയുഗം ആരാട് ആര് പുലി. ആ ഒരൊറ്റ പാട്ട് കേട്ടപ്പോ തന്നെ നിർത്തിയിട്ട് പോകാൻ തോന്നിയതാണ്. വേറൊരു പാട്ടുണ്ട്, കല്യാണം കല്യാണം വാട്ട് ഈസ് വെഡിങ്. ഇതെന്താ മറ്റേ കല്യാണത്തിന്റെ ക്ലാസ് എടുത്തു കൊടുക്കലോ? ആരുടെ ഇജാതി അപരാധങ്ങളൊക്കെ എഴുതി വിടുന്നത്? കൈരളിക്കാർ ഇതിലും നല്ല പാട്ടുണ്ടാക്കുമല്ലോ. പിന്നീട് അങ്ങടെ നാട്ടിലുള്ള സകലമായ എണ്ണത്തിന് കല്യാണം നടത്തി കൊടുക്കാനുള്ള ബ്രോക്കർ പണി ഏറ്റെടുക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ. ഇടയ്ക്ക് ധ്യാൻ ശ്രീനിവാസന് കുറച്ച് മാസ്, അതിന്റെ ഇടയ്ക്ക് മറ്റേ ജാതി മത ഡിസ്ക്രിമിനേഷൻ, ഒരു ലോഡ് പൊളിറ്റിക്സ്, ഇതൊക്കെ കൂട്ടിക്കലർത്തിയ ഒരു അളിഞ്ഞ സാമ്പാറാണ് ഭീഷ്മർ. 2 മണിക്കൂർ 20 മിനിറ്റ് എന്തോ ഉള്ളു പടം. ഒരു അപരാധം മൈൻഡിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസത്തിൽ ചിരിച്ചും കളിച്ചും ഇരുന്ന് കാണാം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ വന്ന ഫ്രം ദ വെരി ഫസ്റ്റ് സീൻ വെറുപ്പിക്കാൻ, യജാതി വെറുപ്പിക്കല്. എന്തിനാണ് ഇങ്ങനെ ഇട്ട മനുഷ്യന്മാരെ വെറുപ്പിക്കുന്നതെന്നാ മനസ്സിലാവാത്തത്. തനി തോൽവി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ മെഴുകുകയെന്ന് കിടന്നിട്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ മെഴുകണു, അത് കേട്ടിട്ട് മെഴുകാൻ വേറെ ധ്യാൻ ശ്രീനിവാസൻ, 2 കയ്യാള്, 2 അലവലാദികൾ വേറെ കൂടെ. See, I'm not saying about the actors, I'm talking about the characters. അവർക്ക് കൊടുത്ത ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടാ പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ദിവ്യ പിള്ളയുടെ അന്യൻ റോള് ഒട്ടും യൂഷ്വലി ഏതെങ്കിലും ഒരു സീന് കാണുമ്പോ ഇത് കൊള്ളാം, ഇവിടെ ചിരി വരും, ഒന്നുമില്ല. എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ധ്യാൻ ശ്രീനിവാസന്റെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ സർട്ടിഫൈഡ് അപരാധമായിട്ട് എനിക്ക് തോന്നിയ പടമാണ് ഭീഷ്മർ. ഇതിനൊക്കെ എന്ത് കണ്ടിട്ടേ ഭീഷ്മർ എന്നൊക്കെ പേരിട്ടിരിക്കുന്നത്. ആൻഡ് ഇന്ദ്രൻ സേട്ടന്റെ ടുവേർഡ്സ് ലാസ്റ്റ് ഒക്കെ വന്നിട്ട് കുറച്ച് ഫിലോസഫി ക്ലാസ് എടുക്കലൊക്കെ ഉണ്ട്. ഭയങ്കര ബോറായിരുന്നു, സീരിയസ്ലി സ്പീക്കിംഗ് ഭയങ്കര ബോറായിരുന്നു. സുൽത്താൻ പറഞ്ഞിട്ട് നമ്മുടെ എന്താണ് ഉണ്ണിലാലു, ഒരു ക്യാരക്ടർ ഉണ്ട് എന്റെ പൊന്നോ. ഈ സിനിമ എങ്ങനെയാണ് വെച്ചാൽ നമ്മൾ കാണേണ്ട പടമല്ല. നമുക്ക് ആരുടെ അടുത്തെങ്കിലും ദേഷ്യം, ശത്രുത ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് കാണിച്ചു കൊടുക്കുക. അവർക്ക് നമ്മൾ എന്തെങ്കിലും ദ്രോഹം ചെയ്യാൻ പറ്റുമോ അതിന്റെ പീക്കാണ് ഈ സാധനം. സൺ നെക്സ്റ്റിൽ ഒരു പടം വന്നാൽ തന്നെ ഉറപ്പിക്കാം അപരാധമായിരിക്കും എന്നുള്ളത്. അത് വീണ്ടും ഒന്നും കൂടി പ്രൂവ് ചെയ്തു. മുമ്പ് മനോരമ മാക്സ് ആയിരുന്നു, ഇപ്പൊ സൺ നെക്സ്റ്റ് ആണ്. എങ്ങനെയുടെ ഇങ്ങനത്തെ അപരാധങ്ങളൊക്കെ പെറുക്കിയെടുക്കണേ? ദാൻസേട്ടൻ, എന്നിട്ട് ദാൻസേട്ടൻ ദൈവമാണ്, ദാൻസേട്ടൻ മറ്റതാണ്, തേങ്ങയാണ്. 1% കമ്മിറ്റ്മെന്റ് വേണം, അല്ലാതെ ഈ മറ്റേ വായ്ത്താളം അടിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ഇന്റർവ്യൂ ഇതിലും ബെറ്റർ ആണ്. എന്നിട്ട് സിനിമയെ പറ്റി പലരും പറഞ്ഞാൽ സിനിമയെ കൊന്നു, സിനിമയെ നശിപ്പിച്ചു. ജാതി അപരാധങ്ങൾ എടുത്തു വെച്ചിട്ട് മനുഷ്യന്റെ നല്ല 2 മണിക്കൂർ കളയുമ്പോ ഒന്നും ആർക്കും ഒരു സങ്കടവും ഇല്ല. ഒരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീലും, ഒരു അലവലാതി അപരാധം കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന ബുദ്ധിമുട്ടും യു ഷുഡ് നോ. ആൻഡ് ധ്യാൻ ശ്രീനിവാസന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നവരൊക്കെ ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ്. അവർക്ക് എനിക്ക് തലയിലായിരിക്കും അവർ കിഡ്നി തോന്നുന്നു. സോ സൺ നെക്സ്റ്റിൽ അവൈലബിൾ ആണ്. ചിലവർക്ക് ഈ സിനിമയ്ക്ക് അയ്യോ കിട്ടു പടമായിട്ടൊക്കെ തോന്നും. സോ വേണ്ടവർ കണ്ടു നോക്കുക. ഭീഷ്മർ സ്ട്രീമിംഗ് ഓൺ സൺ നെക്സ്റ്റ്. ഇഫ് യു വാണ്ട് യു ക്യാൻ ട്രൈ.